എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പം നമ്മളോടുള്ളത് രാജേശ്വരി ആണ്. അവർ ഒരു സെൻട്രൽ ഗവൺമെൻറ് റിട്ടയർഡ് എംപ്ലോയി ആണ്. എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ആളാണ്. ഞങ്ങൾ ഒരു സ്ഥലത്ത് മാഡം നേരത്തെ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. ഞാൻ അവിടെ നേവൽ ബേസിലായിരുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ദേശം ഈ ഒരു യുക്തിവാദത്തെ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താ പ്രവർത്തനത്തെ സമൂഹത്തിൽ കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം തന്നെ. അതുകൊണ്ടാണ് ആ സീരീസിൽ ഞാനെങ്ങനെ യുക്തിവാദിയായി എന്നുള്ള പേരിട്ടേക്കുന്നത്. സ്വാഭാവികമായിട്ടും യുക്തിവാദ ജീവിതം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അത് ഒരുപാട് നമ്മൾ പൊരുതി ജീവിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരെ മറിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം, ഈ യുക്തിവാദ ജീവിതം അല്ലെങ്കിൽ സ്വതന്ത്ര ജീവിതം ഒരു പ്രസക്തമായ കാര്യമേ അല്ല. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, അതിന് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. എന്തായാലും ഈ പരിപാടിയിലേക്ക് രാജേശ്വരി മാഡത്തിനെ സ്വാഗതം ചെയ്യും. നമസ്കാരം. നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം തന്നെ, ഒരു വിശ്വാസ കുടുംബത്തിലാണോ ജനിച്ചത് എന്നുള്ളത്. വിശ്വാസ കുടുംബത്തിലാണ് ജനിച്ചത്, പക്ഷേ ശക്തമായ വിശ്വാസ കുടുംബത്തിലല്ല, ഒരു ലിബറൽ ചിന്താഗതിയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ഈ ലിബറൽ ചിന്താഗതി എന്ന് പറയുമ്പം ആരാണ്, അമ്മയാണോ അച്ഛനാണോ ലിബറലായിട്ടുള്ളത്? രണ്ടുപേരും ഒരേ ചിന്താഗതിയാണ്. വിശ്വാസികളാണ്, പക്ഷെ ശക്തമായ വിശ്വാസം ഇല്ലാത്തവരും. ശക്തമായ വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു. അതെ. അപ്പോൾ ഈ രാജേശ്വരി മാഡം ഈ കുഞ്ഞുനാളിലെ വിശ്വാസി ആയിരുന്നോ? ചെറിയ തോതിൽ വിശ്വാസിയായിരുന്നു. അത് ഈ ചെറിയ തോതിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ചെറിയ ചെറിയ ദൈവങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്? വലിയ വലിയ ദൈവങ്ങളെ രാവിലെ നാമം ജപിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പൊ അങ്ങനെ അമ്മ അത് ശീലിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെറിയ രീതിയിലൊക്കെ നാമം ജപമൊക്കെ നടത്തുമായിരുന്നു. അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു. പിന്നെ നമ്മൾ 10ാം ക്ലാസ്സൊക്കെ ആയി നമ്മൾക്ക് കുറച്ച് വിവരം വെക്കുമല്ലോ വായനയിലൂടെയൊക്കെ. അങ്ങനെയാണ് നമ്മൾ സാവധാനത്തിൽ യുക്തിപൂർവ്വം ചിന്തിക്കാൻ തുടങ്ങിയത്. അതോടുകൂടി ഈ ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്ക് ചെറിയ തോതിൽ നീങ്ങിത്തുടങ്ങി. ഇതാണ് ചെറിയ തോതിൽ നീങ്ങി തുടങ്ങിയായിരുന്നു. ഈ യഥാർത്ഥത്തിൽ പറഞ്ഞത് 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്താണെന്നാണ് പറയുന്നത്. ഈ അപ്പോഴൊക്കെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം അറിയാമായിരുന്നു, ഇങ്ങനെ പതിയെ പതിയെ ഈ ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയാമായിരുന്നു? കാരണം ഞാൻ തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചെറിയ കാലം തൊട്ട് എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയുകയും അവർക്ക് അത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവുള്ള മാതാപിതാക്കളായിരുന്നു. പിന്നെ എൻ്റെ ബ്രദേഴ്സും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് അച്ഛനും അമ്മ മരിച്ചുപോയി. 2 ബ്രദേഴ്സ് ഇപ്പോൾ ഉണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. പക്ഷേ അവർ രണ്ടുപേരും വിശ്വാസികളല്ല. ബ്രദേഴ്സ് വിശ്വാസികളേ അല്ല. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ്. വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? വിദ്യാഭ്യാസം ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കലവൂരിനടുത്തുള്ള സൗത്ത് അരിയാട് എന്ന ആ ഒരു ഗ്രാമത്തിൽ ആണ് ജനിച്ച് ജീവിച്ചത്. സൗത്ത് അരിയാട് ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം SN കോളേജ് ചേർത്തലയിൽ ഞാൻ BA പൊളിറ്റിക്സ് ആയിരുന്നു എൻ്റെ ICA വിഷയം. അതിനുശേഷമാണ് എനിക്ക് ജോലിയൊക്കെ കിട്ടി നേവൽ ബേസിൽ വന്ന്. ഓക്കെ. ഈ അതായത് നമ്മളൊരു പൂർണ്ണമായിട്ടും ഇപ്പോൾ ചെറിയ തോതിലൊരു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോൾ അതൊരു പൂർണ്ണമായും ആ ഒരു വിശ്വാസം പോയത് ഏത് സമയത്തായിരുന്നു? ഒരു 80s കാലഘട്ടത്തിലാണ്. 80s കാലഘട്ടത്തിലെന്ന് പറയുമ്പോൾ നമ്മൾ A.T. കോവൂരിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് വളർന്ന ഒരാളും എൻ്റെ നേരെ മൊത്ത ബ്രദർ എന്ന് പറയുന്നത് ഇതിനോട് കൂടുതൽ യുക്തിപരമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അതിൻ്റെ സ്വാധീനം എനിക്ക് നന്നായിട്ട് എന്നിൽ ചെലുത്തിയിട്ടുണ്ട്. ഈ കോളേജ് ജീവിതം എവിടെ, ഏത് കോളേജിലാണ്? SN കോളേജ് ചേർത്തല. അവിടെ എങ്ങനെയായിരുന്നു അധ്യാപകരും കൂട്ടുകാരും? കൂട്ടുകാരെല്ലാവരും വിശ്വാസികളാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ലിബറൽ ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. ലിബറൽ ചിന്താഗതിയാണുള്ളത്. അതുകൊണ്ട് എല്ലാവരുമായിട്ടും അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരാൾ, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എനിക്കുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
ഈ എപ്പോഴെങ്കിലും ഈ ഒരു വിദ്യാർത്ഥികളുമായിട്ട് അല്ലെ കൂട്ടുകാരുമായിട്ടോ മറ്റും ഒരു ഇങ്ങനെയുള്ള തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? തർക്കങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, ഇപ്പം ഈശ്വരനുണ്ടായിട്ട് എന്താ ഗുണം നിങ്ങൾക്ക്? ഒരു നല്ല ഒരു ഈശ്വരനുണ്ടായിരുന്നെങ്കിൽ നമ്മളെയൊക്കെ ഇങ്ങനെ പല രീതിയിലൊന്നും ഇങ്ങനെ സൃഷ്ടിക്കില്ലായിരുന്നല്ലോ. ഇപ്പോൾ അമ്പലത്തിൽ പോയി വരുന്നവരൊക്കെ വാഹനാപകടത്തിൽ മരിക്കുന്നു. ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ? സർവശക്തനെന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാം നോക്കി കണ്ടു സൃഷ്ടിക്കപ്പെടേണ്ട ആളല്ലേ. പിന്നെ സർവവ്യാപിയാണ്, സർവശക്തനാണ്, എല്ലാം അറിയുന്നവൻ. പക്ഷെ ഒന്നും അറിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ ബന്ധുക്കൾ എന്തായിരുന്നു? ബന്ധുക്കളുടെ ഒരു അപ്രോച്ച്, ഇങ്ങനെ ഒരു നിലപാടൊക്കെ വന്നപ്പോൾ? ബന്ധുക്കൾ പൂർണ്ണ ഈശ്വരവിശ്വാസികളാണ്. ഈശ്വരവിശ്വാസം എന്ന് വെച്ചാൽ അന്ധവിശ്വാസം എന്ന് പറയാം. വിശ്വാസം ഓക്കെ എന്ന് പറയാം, പക്ഷെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒട്ടും ദഹിക്കാത്ത കാര്യം. അല്ല, ദൈവവിശ്വാസം തന്നെ ഒരു ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ അടുത്ത് നമ്മുടെ ഈ എങ്ങനെയായിരുന്നു വൈവാഹിക ജീവിതം? വിവാഹം എങ്ങനെയാണ്? ഒരു വിശ്വാസിയായിരുന്നോ വിവാഹം കഴിക്കേണ്ടി വന്നത്? ശരിക്കും ആ കാലഘട്ടത്തിൽ എനിക്ക് ഇപ്പോഴത്തെ ഉള്ള ആ ചിന്താഗതി ആ കാലഘട്ടത്തിലില്ല. 13 years ബിഫോർ എന്ന് പറയുന്ന സമയം. കാരണം എനിക്ക് അന്ന് സ്നേഹം മാത്രമാണ് എൻ്റെ മനസ്സിൽ, സ്നേഹിക്കാനൊരാൾ വേണമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ 39 years സ്നേഹം കൊടുത്തും കൊണ്ടുമൊക്കെ ജീവിക്കുന്നു. സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണോ? അതെ, രജിസ്റ്റർ മാരേജും ആയിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും അപ്പം പങ്കാളിയുടെ വിശ്വാസമായിട്ട് പോകാം, നമ്മൾക്ക് നമ്മുടെ രീതിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നതിന് കുഴപ്പം ഉണ്ടാകുമോ? അങ്ങനെ പങ്കാളിക്ക് പങ്കാളിയുടെ വിശ്വാസമായിട്ട് പോകാം, എനിക്ക് എൻ്റെ. പക്ഷേ അങ്ങനെയല്ലല്ലോ, ഒരു കുടുംബജീവിതത്തിലാകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റില്ല. അണ്ടർസ്റ്റാൻഡിങ് നമ്മൾക്ക് ആവശ്യമാണ്. ഈ നമ്മളിപ്പം പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒരു ദൈവവിശ്വാസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അതായത് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളില്ലാതെ ജീവിക്കുമ്പം ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അഭിമുഖീകരിക്കും? സാധാരണ വിശ്വാസികൾക്കെല്ലാം ദൈവമുണ്ട്, ഇതേപോലെ യുക്തിവാദികൾക്ക് അങ്ങനെയൊന്നും ഇല്ല. ആകപ്പാടെ ഉള്ളത് ഒരു ഡിങ്കൻ മാത്രമേ ഉള്ളൂ. പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യം കാണിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇത്, ആരോടെയായിരിക്കും ഈ കാര്യം പറയണത്? പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് സ്വയം പര്യാപ്തത, സാമ്പത്തിക സ്വാതന്ത്ര്യം അത്യാവശ്യമാണ്. ആ സാമ്പത്തിക സ്വാതന്ത്ര്യം എനിക്കുള്ളത് കൊണ്ട് എന്ത് ഡിസിഷൻ എടുക്കാനുള്ള പവർ എനിക്കുണ്ട്. ആരോടും ഞാനൊന്നും അഭിപ്രായം ചോദിക്കാറില്ല. അപ്പോൾ യാതൊരു പ്രതിസന്ധിയും എല്ലാ പ്രതിസന്ധിയും ഞാൻ നന്നായിട്ട് തരണം ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് പവർ എനിക്കുള്ള വ്യക്തിയാണ്. ഈ നമ്മൾ നേരത്തെ പണ്ട് കാലത്ത് യുക്തിവാദ പ്രവർത്തനത്തിനൊക്കെ ഏതെങ്കിലും പ്രസംഗത്തിനോ കാര്യത്തിനൊക്കെ കേൾക്കാൻ പോയിട്ടുണ്ടോ? ഇതുവരെ പോയിട്ടില്ല. അതായത് ഈ ചോദിച്ചത് ഈ 80 കാലഘട്ടങ്ങളിലൊക്കെ കോവൂരിൻ്റെ കാര്യം ഇതൊക്കെ വാങ്ങിച്ചു എന്ന് പറയല്ലോ. അപ്പോൾ യുക്തിവാദ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലുള്ള പ്രസംഗങ്ങളോ വല്ലതും കേൾക്കാൻ പോയിട്ടുണ്ടോ? ഇതുവരെ പോയിട്ടില്ല. ഇതൊക്കെ എന്ന് മുതലാണ് ഈ ആക്ടിവിസ്റ്റായിട്ട് വന്നത്? 5 വർഷം മുമ്പ്. അതെ, റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മുഴുവൻ സമയ ഒരു ഇതായിട്ട്. അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് അജേഷ് കുമാറാണ്. അജേഷ് കുമാറിനെ പരിചയപ്പെട്ടതിൽ പിന്നെയാണ് ഞാൻ വെളിയിലേക്ക് തന്നെ പോകാൻ തുടങ്ങിയത്. പിന്നെ ഇവിടെയുള്ള വേറൊരു വ്യക്തിത്വമുണ്ട്, KP ജോർജ് എന്ന് പറയുന്ന ആളും എൻ്റെ ജീവിതത്തിന് വളരെ സ്വാധീനിച്ച വ്യക്തിയാണ്. അതായത് മാഡം നേവൽ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ അവിടുത്തെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ്. അപ്പോൾ മിക്കവാറൊക്കെ നമ്മൾ ഇവിടെയൊക്കെ ഓഫീസിലൊക്കെ സൊസൈറ്റിയിലൊക്കെ വരാറുണ്ട്. അപ്പോൾ പല ഈ ഡിസ്കഷനിലൊക്കെ ഏർപ്പെടാറുണ്ട്. പല ചിന്തകളിലെയും നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കൊരു അഭിമാനമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ വിലയിരുത്തുകയാണ്. കാര്യം മാഡത്തിൻ്റെ നേരത്തെയുള്ള ചിന്താഗതികളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഉള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ സാധിച്ചു എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു യുക്തിവാദ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തണം? ഇപ്പം ഒരുപാട് സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ യുക്തിവാദ പ്രവർത്തനം ശരിയായ ദിശയിലാണോ പോകുന്നത് എന്നുള്ളത്? അതെ, നന്നായി തന്നെയാണ് പോകുന്നതെന്നാണ് എൻ്റെ ഒരു
വിലയിരുത്തൽ. ഒരു അവിശ്വാസി അല്ലെങ്കിൽ യുക്തിവാദി ആയതുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം നേട്ടങ്ങളുണ്ട്. ഇപ്പോൾ പറയാമോ? ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നു, മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റുന്നു, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് അവരിൽ ആ എമ്പതിയില്ലേ, ആ എമ്പതി ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് എമ്പതി. അത് മനസ്സിലാക്കിയിട്ട് ഒരാവശ്യം വരുന്ന സമയത്ത് അവരെ നമ്മൾ സഹായിക്കണം. മനുഷ്യൻ എന്ന് പറയുന്നത് മാനവികത കൈവശമുള്ള ഒരാളാണ്. അങ്ങനെയാണ്. അത് ഈ മതവിശ്വാസികളും സഹായിക്കുന്നുണ്ടല്ലോ. യുക്തിവാദികൾ മാത്രമല്ല, മതവിശ്വാസികളും. പക്ഷേ യുക്തിവാദിക്ക് മാത്രമേ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റവരെന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ആ വിഭാഗത്തെ മാത്രമായിരിക്കും അവർ ഉന്നം വയ്ക്കുന്നത്. ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. എല്ലാവരും സമന്മാരാണെന്ന് ചിന്തിക്കാനുള്ള ഒരു പവർ ഒരു യുക്തിവാദിക്ക് ഫ്രീ തിങ്കറിനും എത്തിസ്റ്റിനും സാധിക്കുമെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. ഈ ഇങ്ങനെ ഒരു യുക്തിവാദി ആയതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചതായിട്ട് വിലയിരുത്തിയിട്ടുണ്ടോ? ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഒന്നും. എനിക്ക് ഓരോ നിമിഷം തോറും ജീവിതത്തിൽ സന്തോഷം മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ഇങ്ങനെ ഒരു ആശയം കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഏതെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ അകൽച്ച പാലിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരാളും. കാരണം ഞാൻ ആരാണെന്ന് അവരെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, പിന്നെ അകൽച്ചയുടെ ആവശ്യമില്ലല്ലോ. അതായത് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ്, മനസ്സിലാക്കുന്നതിന് മുമ്പ് അവരിൽ സ്വാഭാവികമായിട്ടും ഇപ്പം എനിക്ക് തന്നെ കുറേ ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെ, ഒരു സുഹൃത്ത് തന്നെ എന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഞാൻ തുറന്ന് സംസാരിച്ചപ്പോഴാണ് പുള്ളിക്ക് കാര്യം മനസ്സിലായതും. അതുവരെ പുള്ളിക്ക് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു 2 അടി തരണമെന്നുള്ളതായിരുന്നു. അതായത് പുള്ളി എന്നോട് ചോദിച്ചത്, നമ്മൾ ഒരുമിച്ച് ക്ഷേത്രത്തിലൊക്കെ പോയി കൊലവാഴയും ഒക്കെ നട്ട് ഒക്കെ ചെയ്തതല്ലേ, നിനക്ക് എങ്ങനെ ഇങ്ങനെ ദൈവങ്ങളെ ആക്ഷേപിക്കാൻ തോന്നിയെന്നൊക്കെയാണ് ഒരു ഫോൺ സംഭാഷണത്തിലാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്നെ അത് ഇതുവരെ നേരിട്ട് കാണാത്തത് മാത്രമാണ് അത്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നടന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഉള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു വിശ്വാസി ഇത്രയും മന്ദമായിട്ട്, നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ എന്തൊക്കെ തിക്ത അനുഭവങ്ങൾ ഉണ്ടായാലും ഇതിങ്ങനെ തന്നെ വിശ്വസിച്ച് പോകുന്നതിൻ്റെ കാരണം എന്താ? ഇപ്പം ഞാൻ പറഞ്ഞ ശബരിമലയിലെ കേസായിരുന്നാലും കൊറോണയുടെ കേസായാലും ഇതൊക്കെ ഇങ്ങനെ വരാൻ എന്താണ് കാരണം? ശരിക്കും പറഞ്ഞാൽ അവരുടെ ചെറിയ നാൾ തൊട്ട് കുട്ടികളിലെ അടിച്ചേൽപ്പിക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും. മതചിന്ത, ഈശ്വരചിന്തയൊക്കെ അതൊരിക്കലും എത്ര പഠിച്ചവനായാലും ഒരു സയൻറ്റിസ്റ്റ് ആയാലും അവർക്ക് മാറില്ല. അത് തന്നെയാണ് കാരണം. നമ്മൾക്ക് ഇപ്പോൾ ഒരു യുക്തിവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മളെ ഇങ്ങനെ ഒരു സയൻറ്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ഈ യുക്തിപരമായ ജീവിതം നയിക്കുന്നതിന് എവിടെ മുതലാണ് നമ്മൾ തുടക്കം കുറിക്കേണ്ടത് എന്നുള്ളതാണ് സമൂഹത്തിൽ വീട്ടിൽ നിന്ന് തന്നെ വേണം. വീട്ടിൽ നിന്ന് തന്നെ വേണം. എൻ്റെ ചോദ്യങ്ങളൊക്കെ ഏറെക്കുറെ ആയിട്ടുണ്ട്. ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് മോഹനകൃഷ്ണൻ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം മാഡത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ മാഡത്തിൻ്റെ കൂടെ താമസിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ മാഡത്തിൻ്റെ വീട്ടിൽ ഭജനമുറി ഉണ്ടാവില്ല. അവർക്കൊന്ന് വിളക്കൊളുത്തി പ്രാർത്ഥിക്കണം എന്ന് തോന്നിയാൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ ഫുൾ സ്വാതന്ത്ര്യമുള്ള, മാഡത്തിൻ്റെ ഇഷ്ടപ്പെട്ട് താമസിക്കുന്ന, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ താമസിക്കുന്ന, നിങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയുന്ന, നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ആ സ്ഥലത്ത് ഒരു കൂട്ടുകാരി ഒന്ന് താമസിച്ചിട്ട് പറയണം, എനിക്ക് ആ വീട്ടിൽ വിളക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മാഡം എന്തു ചെയ്യും? അവർക്ക് അവരുടെ ചോയ്സാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഒരിക്കലും കൈകടത്തില്ല. അവരുടെ ചോയ്സിൽ കൈകടത്തില്ല. നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, അവർക്ക് പ്രശ്നമില്ല, അവർ എന്തോ ചെയ്തോട്ടെ എന്നുള്ളത്. എൻ്റെ ചോദ്യം രാവിലെ ഈ സീരീസിൽ തന്നെ അനഘേനോട് ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ള. രാജേശ്വരി, മരണാനന്തര മതചടങ്ങുകൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിൽ 7, 30, 40 എന്നൊക്കെ പറയുന്നത്, മുസ്ലിംസിൻ്റെ ആണെങ്കിൽ 5-ാം പാത്തി 7-ാം പാത്തി എന്നൊക്കെ പറയുന്നത്, ഹിന്ദു വിഭാഗത്തിനാണെങ്കിൽ സഞ്ചയനം, പിന്നെ ബലിയിടൽ കർമ്മം, അങ്ങനെയുള്ള അതിനോടുള്ള
രാജേശ്വരിയുടെ കാഴ്ചപ്പാടും അതിനൊക്കെ പോകാൻ തയ്യാറാവുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. മരണാനന്തര ചടങ്ങുകളിലോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ എൻ്റെ മോളുടെ മദറിലോ ഈ കഴിഞ്ഞ മാസം 27-ന് അവരുടെ 30th ആയിരുന്നു. പക്ഷെ ഞാൻ അതിൽ അറ്റൻഡ് ചെയ്തു. അത് വിശ്വാസം കൊണ്ടല്ല, എൻ്റെ മോളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം മാത്രമാണ്. അതാണ് ഇപ്പോൾ ചോദിച്ചത്. തന്നെ ഈ ഒരു യുക്തിവാദിയായിട്ട് ജീവിക്കുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാമോ എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇതാണ് ചോദിച്ചതുപോലെ തന്നെയാണ്. അത് ഒരു യുക്തിവാദിയായിട്ട് ജീവിക്കണേയാണല്ലോ. അപ്പോൾ മതപരമായിട്ടുള്ള അത്തരം ആചാരങ്ങളിൽ ആണല്ലോ പള്ളിയിൽ പോയൊക്കെയാണല്ലോ അത് സംബന്ധിക്കുന്നത്. മതപരം അവരല്ലേ നടത്തുന്നത്, ഞാൻ അവിടെ നിൽക്കുന്നല്ലേ ഉള്ളൂ, വിശ്വസിക്കണമെന്നില്ലല്ലോ. അല്ല, അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും മരിച്ച വീട്ടിൽ പോകണ്ടേ, അവരെന്തോ കാണിക്കട്ടെ, അതിനൊരു പ്രശ്നമില്ല. മരിച്ച വീട്ടിൽ പോകാം, തീർച്ചയായിട്ടും മരിച്ച വീട്ടിൽ പോകാം, നമ്മൾ അവരെ ആശ്വസിപ്പിക്കാം, അതൊക്കെ ശരി തന്നെ. പക്ഷേ ആചാരപരമായിട്ടാണ് ഞാൻ പറഞ്ഞത്, അതിൽ സംബന്ധിക്കുന്നത് യുക്തിവാദിക്ക് ചേർന്നതല്ല എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാനത് എൻ്റെ മാതാവും ഒക്കെ മരിച്ചപ്പോഴും ഞാൻ അതിലൊന്നും പോയില്ല. മരണസമയത്ത് സിമിത്തേരി വരെ പോയി അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവർ ഒക്കെ മരിച്ച സഞ്ജയനൊക്കെ ഇപ്പോൾ വീട്ടിലൊന്നും പറയാറില്ല, ഒരു 2 ദശാബ്ദമായിട്ട് പറയാറില്ല. അതിനു മുമ്പൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ ശൈലി മനസ്സിലാക്കിയിട്ട് സ്നേഹപൂർവ്വം തിരസ്കരിക്കുന്നുണ്ട്, ഇപ്പോൾ പറയാറില്ല. എന്നാലും KP കടമയല്ലേ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഫോണിൽ വിളിച്ച് സംബന്ധിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് അതിനോട് യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഈ മരണ വീട്ടിൽ ആചാരങ്ങൾ പങ്കെടുക്കുന്നതിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ആചാരം അനുഷ്ഠിക്കാതിരുന്നാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടിയുള്ളത്, സാധാരണ എല്ലാവരും പറയുന്നത് ഈ ചോരത്തിളപ്പുള്ള സമയത്ത് നമ്മളിതെല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കും. ഈ അന്ത്യഘട്ടത്തിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഭയവും ഒക്കെ വരും. ആ സമയത്ത് നമ്മൾ അറിയാതെ ദൈവത്തെ വിളിച്ചു പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ വിളിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു സാധ്യത എന്നിൽ വിശ്വാസമുണ്ട്. മൈക്ക് അടുത്തോട്ട്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ വിളിക്കില്ല. പിന്നെ എൻ്റെ അമ്മ മരിച്ചപ്പോഴും അവിടെ യാതൊരു ചടങ്ങും നടത്തിയിട്ടില്ല. അങ്ങനെ ദൈവവിശ്വാസം പോയി എന്ന് പറഞ്ഞു. പക്ഷേ മറ്റു പല വിശ്വാസങ്ങളുണ്ടല്ലോ, വാസ്തു അല്ലെങ്കിൽ ജ്യോതിഷം അല്ലെങ്കിൽ മറ്റുള്ള ഹോമിയോ, അത്തരം വിശ്വാസങ്ങളെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരു വിശ്വാസമില്ല, വാസ്തുവിലോ ജ്യോതിഷിലോ ഒന്നും വിശ്വാസമില്ല. നമ്മൾ ചോദിച്ചതെന്ന് വെച്ചാൽ പല യുക്തിവാദികളും പൂർണ്ണമായിട്ട് യുക്തിവാദികളായി ഉണ്ടാവില്ല. ചില വിഷയങ്ങൾ അവരിപ്പോഴും പഴയ തന്നെ പിടിച്ചേക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ചോദിച്ചു. അല്ല, നമ്മുടെ ഈ സീരീസിൻ്റെ പേര് തന്നെ ഞാൻ എങ്ങനെ യുക്തിവാദിയായെന്നാണ്, ഞാൻ നിരീശ്വരവാദിയായെന്നല്ല. ചിലവർക്ക് അങ്ങനെ ഈ മതേതര അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ, അത് വച്ച് പുലർത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അടുത്ത് ചോദിക്കാന്നുള്ളത്, ഈ മാഡത്തിൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച ഏതെങ്കിലും വ്യക്തികളുണ്ടോ? ഉണ്ട്. മൈത്രേയനാണ് ശരിക്കും പറഞ്ഞ് എൻ്റെ ജീവിതത്തിന് വളരെ നല്ല തോതിൽ, എന്നിലും യുക്തിചിന്ത ഉണ്ടെങ്കിലും അതിനെ ഊട്ടി ഉറപ്പിച്ച് എൻ്റെ ചിന്തകളെ മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മൈത്രേയൻ. അതുപോലെ രവിചന്ദ്രൻ സി, അവരുടെ പ്രഭാഷണങ്ങളൊക്കെ എനിക്ക് നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. A.T. കോവൂരിൻ്റെ പുസ്തകങ്ങൾ വായനയിലൂടെയും ജോസഫ് ഇടമറുകിൻ്റെ പുസ്തകങ്ങൾ വായനയിലൂടെ, U. കലാംനാഥ് മാഷിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു. യുക്തിയേന്ത്യം മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഹനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലെന്നും ലോകവിജ്ഞാന രാശിയിലെന്നാണ് അന്ന് പറയുന്നത്. നമ്മൾ എല്ലാം കാര്യകാരണ സഹിതം ചിന്തിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാഡം, ഈ ആഘോഷങ്ങളില്ലേ, ക്രിസ്മസ്, വിഷു, ഓണം, ഇത് ആഘോഷിക്കാറുണ്ടോ? ഇല്ല. മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യണമെന്നാണ്, അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? തീരുമാനം എടുത്തിട്ടുണ്ട്. A.T. കോവൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെമ്പറാണ് ഞാൻ. എൻ്റെ മരണാനന്തരം എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിന് പഠനാവശ്യത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഞാൻ സമ്മതപത്രം ചെയ്തു. എൻ്റെ 2 മക്കളും അതിനെ വിറ്റ്നസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ മക്കളുമായിട്ട് ബന്ധപ്പെട്ട്, മക്കൾ ഇതിന് സപ്പോർട്ടാണ് ഇങ്ങനെ? മക്കൾ ഇപ്പം ഒരു 90% സപ്പോർട്ടാണ്.
കാരണം അമ്മ ആരാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് വേണ്ടത് മനുഷ്യന്. മക്കൾ എന്ത് ചെയ്യുന്നു? മോൻ നേവൽ ബേസിൽ ജോലി ചെയ്യുന്നു. മോൾക്ക് വിവാഹിതനാണ്, 2 കുട്ടികളുണ്ട്. മോളും വിവാഹിതയാണ്, 2 കുട്ടികളുണ്ട്. അവർ സുഖമായി ജീവിക്കുന്നു. പിന്നെ ഹസ്ബൻഡ് നേവി പേഴ്സണാണ്, റിട്ടയർ ചെയ്തു ആളുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇനി വേറെ ഒരു ചോദ്യം. തുടക്കത്തിൽ പറയേണ്ടായി ഇപ്പോൾ ഉള്ള പ്രവർത്തനങ്ങൾ, അതായത് ഒരുപാട് സംഘടനകളുണ്ട്, അതൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്, നല്ലതാണെന്ന് പറയേണ്ടായി. അപ്പോൾ എനിക്ക് ഒരു ചോദിക്കാനുള്ളത്, ഇനി ഫർദർ എന്താണ് സംഘടനകൾ എന്നുള്ള നിലയ്ക്ക്? ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മുമ്പ് ഒരു യുക്തിവാദിക്ക് മറ്റൊരു യുക്തിവാദിയെ കാണണമെങ്കിൽ കിലോമീറ്ററോളം പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഈ സീരീസ് തന്നെ ഒരുപാട് പേരായി സംസാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ധാരാളം യുക്തിവാദികൾ ഉണ്ട്. ഇപ്പം ശതമാനക്കണക്കിൽ ചിലപ്പോൾ കുറവായിരിക്കാം, പക്ഷേ സംഘടനകൾ പൊതുവിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് താങ്കൾ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇനി എന്ത് ഇമ്പ്രൂവ്മെൻ്റാണ് നമുക്ക് ഈ സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടത്? ഏതെങ്കിലും ഒരു സംഘടനയുടെ കാര്യമല്ല പറയുന്നത്. വിവിധ സംഘടനകൾ വിവിധ തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനകത്ത് ഇനി എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വരുത്താം? ഇനി എന്തൊക്കെയാണ് ഭാവിയിൽ സംഘടനകൾ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വ്യക്തികളെന്ന നിലയ്ക്കായാലും, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ മൃതദേഹം എന്ത് ചെയ്യണം, ചടങ്ങുകളിൽ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വിധേയമാവുന്നുണ്ട്. എല്ലാവർക്കും ഒരു തരത്തിൽ ഒരു ഏകാഭിപ്രായത്തിൽ എത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? താങ്കളുടെ അഭിപ്രായങ്ങൾ. അത് നമ്മൾ ഇതുപോലെയുള്ള ചർച്ചകൾ കൂടുതൽ സംഘടിപ്പിക്കുക, ആൾക്കാരെ കൂടുതൽ ഇതിലേക്ക് ആകർഷിപ്പിക്കുക, അവർ സ്വയം അവലോകനം ചെയ്ത് അവർ ആ ഒരു ഇതിലേക്ക് വരണം. അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അവർക്ക് സ്വയം അത് കൺവിൻസ് ആക്കാൻ ശ്രമിക്കണം. നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ വർദ്ധിപ്പിക്കാൻ നോക്കുക. എല്ലാവരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇത്. കാരണം എല്ലാവരിലും ആ പഴയ ചിന്താഗതി തലയിൽ കിടക്കുകയാണ്. ഇനി പുതിയ ന്യൂ ജെൻ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അവർ കുറേ പേരൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, യുക്തിവാദികളായിട്ടുണ്ട്, ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇത് നമ്മളിനി ഒരു 1000 വർഷം കഴിഞ്ഞിട്ടായിരുന്നു ഇത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ എഡ്യൂക്കേഷൻ നമ്മൾ ഈ നടത്തുന്ന ഈ പ്രവർത്തനമുള്ളൂ. ഇത് ഇന്ത്യ ആയതുകൊണ്ട്, നേരത്തെ പറഞ്ഞ ഈ ഡെൻമാർക്ക്, നോർവേ, അവിടെയൊന്നും ഇത് വേണ്ട. പക്ഷേ ഇന്ത്യയിൽ ഇനി കുറേ വർഷം കൂടിയായിരുന്നാലും നിരന്തരമായിട്ട് ഈ എഡ്യൂക്കേഷൻ പർപ്പസ് നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് ഏത് മീഡിയ ആയിരുന്നാലും, സോഷ്യൽ മീഡിയ, ഇപ്പം ഇതേപോലുള്ള ഒത്തുകൂടൽ, ഇപ്പം സ്വാഭാവികമായിട്ടും ഇതേപോലുള്ള ഒത്തുകൂടലാകുമ്പോൾ പരസ്പരം ഒന്ന് ഫിസിക്കലായിട്ട് കാണാൻ പറ്റുമല്ലോ, ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റുമല്ലോ, കുറച്ചൊന്ന് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ ആകുമ്പം അത് പറ്റില്ല. പക്ഷെ അങ്ങനെ ചിലവർക്ക് വരാൻ പറ്റില്ല, സാങ്കേതികമായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് അത് ഉപയോഗിക്കാം, വരുന്നവർക്ക് ഉണ്ടാകും. പക്ഷേ എപ്പോഴും ഒരു കൂട്ടായ്മ വേണം. അത് നേരത്തെ അനഘയുടെ ഒരു സീരീസിൽ പറഞ്ഞതുപോലെ, ആ സെക്ഷനിൽ പറഞ്ഞതുപോലെ, ഇത് നമ്മൾ സ്കൂൾ തലങ്ങളിൽ തുടങ്ങേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഞാൻ കൂട്ടിച്ചേർത്തൊരു കാര്യം, ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു അധ്യാപകനെങ്കിലും സയൻറ്റിഫിക് ടെമ്പറുള്ള ഒരാൾ കിട്ടിയാൽ മതി, അവർക്കങ്ങനെ പറ്റും. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ചർച്ചയിൽ വന്ന ഒരു കാര്യമാണ് ഈ കോളേജുകളിലൊക്കെ ക്ലബ്ബുകൾ, ഫ്രീ തിങ്കേഴ്സ് ക്ലബ്ബുകൾ വരിക എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് അവിടുന്ന് തുടങ്ങണം. ഇതിന് ശേഷം 18 വയസ്സ് അവിടെ മൊത്തം കുത്തി നിറച്ചിട്ട് പിന്നെ നമുക്ക് കുറേ പണിയാണ്. ഈ 18 വർഷത്തെ പണി നമ്മൾ 36 വർഷം എടുത്താലേ അവിടുന്ന് അതെല്ലാം മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പറ്റുക. അതിനേക്കാളും ഈ കുത്തി നിറയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളവിടെ ചെന്ന് ആ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് പൂർത്തിയാക്കിയാൽ കുറച്ചുകൂടി ഒരു മെച്ചം അങ്ങനെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ലേ? നമ്മൾ സ്കൂൾ തലങ്ങളിലെ സയൻറ്റിഫിക് ടെമ്പർ എന്തായാലും മതം അവിടെ പഠിപ്പിക്കും. അത് ഇനി 18 മതം പഠിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു മാതാപിതാക്കളും സമ്മതിക്കില്ല, കാര്യം മതസമൂഹത്തിൽ. പക്ഷെ അതോടൊപ്പം മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ശാസ്ത്രമല്ല സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ പഠിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ചെറുതിലേ വയ്ച്ചാൽ നമുക്കത്രയും പ്രയാസം കുറയും ആക്കിയെടുക്കാൻ. അതാണ് അതിനായിട്ടുള്ളൊരു കാര്യം. അതായത് നമ്മൾക്കിനി അവസാനത്തെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. ഇനി
അതായത് കുറേ ആൾക്കാരെങ്കിലും നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ട്, എന്നാൽ ആശയം അവർക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ട്, പല പല സാഹചര്യം കൊണ്ട് അവർക്കത് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. അതിനകത്ത് ചെറുപ്പക്കാരുണ്ട്, ഈ മധ്യവയസ്കരുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഈ ഒരു ആശയത്തിലോട്ട് വരാൻ നിൽക്കുന്നവരോട് മാഡത്തിന് പറയാനുള്ള കാര്യം എന്താണ്? അവരിതുപോലെയുള്ള സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ അവർ ചെയ്യേണ്ട കടമകൾ. അല്ല, അതിനകത്ത് ചിലപ്പോഴേ പലർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആശയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഡൗട്ട് അവർക്കുണ്ട്. അപ്പോഴത് മാറ്റിയെടുക്കണമെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നും ഇത് ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നും ഒക്കെ അറിഞ്ഞാലല്ലേ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണ്ടേ നമ്മൾ? അതെ, നമ്മളുടെ ജീവിതം തന്നെ ഒരു മാതൃകയായി അവരെ കാണിക്കണം. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് അതാണ് നമ്മുടെ ജീവിതം ആണ് നമ്മുടെ സന്ദേശം എന്നും അത് ഗാന്ധിജി പറഞ്ഞതുപോലെ നമ്മുടെ യുക്തിവാദ പ്രവർത്തനം മറ്റുള്ളവർ നിരീക്ഷിക്കുമ്പം അത് പ്രചോദനം ഉൾക്കൊണ്ട് ഒരാൾക്കെങ്കിലും മാറി ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ തലമുറ ഭാവിയിൽ ഒരു സ്വതന്ത്ര ചിന്തയായിട്ട് യുക്തിവാദപരമായ ഒരു 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 ഇത്. മാഡം മൈത്രേയൻ മാഡത്തെ സ്വാധീനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ മൈത്രേയൻ്റെ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം ഉണ്ട്, മനുഷ്യനുണ്ടാക്കിയ ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം ഉണ്ടോ? തിരുവനന്തപുരം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവമുണ്ട്, മനുഷ്യനുണ്ടാക്കി. ഇപ്പോൾ ഈ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ ഹരാരിയുടെ പുസ്തകത്തെപ്പറ്റി സജീവൻ ചേട്ടൻ ചർച്ച നടത്തി. ഈ കറൻസി എന്ന് പറയുന്നത് ഒരു കടലാസാണ്. അതിന് നമ്മളൊരു വില കൊടുത്തിട്ട് സങ്കല്പിച്ച് അതിൽ ഈ ഫിക്ഷണൽ റിയാലിറ്റി. അതുപോലെ ഒരു പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മനുഷ്യനിപ്പോൾ ദൈവം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇപ്പോൾ നാഷണാലിറ്റി, ദേശീയത എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. പക്ഷേങ്കിൽ കുറേ പേര് ഒരുമിച്ച് ജീവിക്കുന്നു, അവർക്ക് ഒരു അഖണ്ഡത, സോവർണിറ്റി, ഒരു ഒറ്റ രാജ്യമായിട്ട് നിൽക്കുന്നു. പിന്നെ ഭാഷയുടെ പേരിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നു, ഭാഷ. അപ്പം അതുപോലെ ഈ ദൈവസങ്കല്പം എന്ന് പറയുന്ന അന്ധവിശ്വാസത്തെ ചെറുക്കുന്നത് പോലെ ദൈവസങ്കല്പത്തെ എതിർക്കാനോ തോൽപ്പിക്കാനോ എളുപ്പമാണോ? അതോ ആളുകൾ കുറേ പേര് ഇപ്പോൾ ഇതിനകത്ത് ഈ അമ്പലത്തിൽ പോകുന്നവർ മുഴുവൻ വിശ്വാസികളല്ല, പള്ളിയിൽ പോകുന്നവരും അല്ലെങ്കിൽ ഒന്നും വിശ്വാസികളല്ല. നമ്മളുടെ ജീവിതത്തിന് ഈശ്വരവിശ്വാസത്തിന് ദൈവത്തിൻ്റെ ഒരു സ്വാധീനവും അതിനകത്തില്ല. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ മതവും ജാതിയും എല്ലാം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? ഒരു ബിസിനസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന മുഴുവൻ ബിസിനസ്സാണ്. രാഷ്ട്രീയവും ഒരു ബിസിനസ്. രാഷ്ട്രീയ പാർട്ടികളും മതത്തെ കൊണ്ടു നടക്കുന്നത് അവരുടെ വിജയത്തിന് വേണ്ടിയാണ്. പിന്നെ ദേശീയത എന്ന് പറയുന്നതും അതൊരു ബിസിനസ് തന്നെയാണ്. ശരിക്കും പറയണം, നമ്മൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇത് മനുഷ്യരെല്ലാം ഒരുപോലെ കാണാൻ ശ്രമിക്കുക. അതിർത്തികളില്ല നമ്മൾക്ക്, എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ആ ഒരു ബോധം ഉണ്ടെങ്കിൽ എന്ത് നല്ല ജീവിതമായിരിക്കും. അതിൽ എനിക്കൊന്നും കൂടി ചേർക്കാനുള്ളത്, ഈ സാർ പറഞ്ഞത്, മൈത്രേയൻ പറഞ്ഞത് മനുഷ്യരുണ്ടാക്കിയ ദൈവമാണ് ഉള്ളതെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പല പല ദൈവങ്ങളെ ഉണ്ടാക്കി ഒരു ലക്കും ലഗാനും ഇല്ലാതെയാണ് ഉണ്ടാക്കി തള്ളിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിലൊരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ആർക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പുള്ളി കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കോളുമായിരുന്നു. പക്ഷേ ഇത് മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങൾ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ എന്താണ്, ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് ചെറിയ ദൈവവിശ്വാസമല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാ അന്ധവിശ്വാസം, അതായത് ദൈവവിശ്വാസം അന്ധവിശ്വാസമാണ്. അതിൻ്റെ പാരമ്യതയിലെത്തുന്നതിൻ്റെ റൂട്ട് കോസ് ഈ താഴെ ഇരിക്കുന്ന ദൈവവിശ്വാസം തന്നെയാണ്. അവിടെ നിന്നാണ് ഈ പിടിച്ച് പോകുന്നത്. ഈ ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും സാർ ഈ CCTVയുടെ കേസ് പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ഓഫീസിലുള്ളവരോടെയൊക്കെ ഞാൻ തർക്കിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ആണെന്നുള്ള. ഇവരിതെല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവരൊരു സുപ്രഭാതത്തിൽ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. എന്തിനെന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്യൂട്ടിയാണ്. ആ ഭാഗം അവർ ചിന്തിക്കുന്നില്ല. CCTVയും ശ്രദ്ധിക്കുന്നില്ല, അമ്പലക്കൊള്ളയും ശ്രദ്ധിക്കുന്നില്ല, പുല്ലുമേട് ദുരന്തവും ശ്രദ്ധിക്കുന്നില്ല, കൊറോണയും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അവർ ഡിസംബർ ആകുമ്പം അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഇവർ രാവിലെ വന്നിട്ട് അറ്റൻഡൻസ് രജിസ്റ്റർ ഒപ്പിടും പോലെ അവരുടെ ഡ്യൂട്ടിയാണ്, അവർ പോകും. അതൊരു സെപ്പറേറ്റായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് പതിയെ പോയി ഇപ്പോൾ ശബരിമലയിലൊക്കെ അതൊരു പ്രകൃതിയുടെ ഒരു പ്രശ്നമാണ്. അവിടെ ഇത്രയും ആൾക്കാർ അവിടെ പോകുമ്പം ആ പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ തന്നെ അവിടെ മാറുകയാണ്. മൊത്തം കോൺക്രീറ്റ് കെട്ടിടങ്ങളും എല്ലാം. അത് ഒരു കണക്കിന് നമുക്ക്
ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഇല്ലാത്ത ഒരു ദൈവത്തിൻ്റെ പേരിലാണ് അതങ്ങനെ അവിടെ പോയി ഇത്രയും മലിനമാക്കുന്നത്. അത് മനുഷ്യരാശിക്കൊരു പ്രശ്നം തന്നെയാണ്. അവിടെ എന്തൊക്കെ നമുക്കിത് കിട്ടും. പക്ഷേ അതിൻ്റെ അടിസ്ഥാന കാരണം പ്രശ്നം നമ്മൾ ആർക്കായിരുന്നാലും ഒരാൾക്കായിരുന്നാലും ഒരു സയൻറ്റിഫിക് ടെമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറയില്ലേ, അത് ഇല്ലാതെ ഒരാളാക്കിയാൽ മതി. ഇപ്പം എല്ലാവരെയും വാങ്ങി എടുക്കാനൊന്നും പറ്റുന്നില്ല നമ്മൾക്ക്. ഇപ്പം 140 കോടിയുള്ള ആൾക്കാരിൽ ഒരു 10% ആൾക്കാരെങ്കിലും ഈ സയൻറ്റിഫിക് ടെമ്പറിൽ അടുത്തൊരു 10 വർഷം കൊണ്ട് വന്നാലും ഓക്കെയാണ്. പിന്നെ അവർ പതിയെ ആ 10% എന്ന് പറയുന്നത് 15-20 ആയി അങ്ങ് മാറിക്കോളും. അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും നേരം നമ്മളോടൊപ്പം ഈ സമയം ചെലവഴിച്ച് ഈ കുറച്ച് കാര്യങ്ങൾ പങ്കുവച്ച രാജശ്രീ മേഡത്തിന് നന്ദി അറിയിക്കുന്നു.